വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ വേർപാട് ഉൾക്കൊള്ളാനാവാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വീടും നാടും. മന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ വീട്ടിലെത്തി അമ്മയെയും മക്കളെയും ആശ്വസിപ്പിച്ചു. സർക്കാർ കുടുംബത്തിന്റെ കൂടെയുണ്ടാകുമെന്നും നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പ്രതികരിച്ചു. മന്ത്രി പറഞ്ഞതും വന്നതും കാണാം. എനിക്ക് വയ്യാടി എന്തോ തലയിലെടുത്തോ എന്നെ കുതിപ്പോ വൈകാരികമായ മോഹനൻ നായരെ അറിയാമോ? കണ്ടു നിൽക്കുന്നവർക്ക് പോലും കണ്ണിടറിയ നിമിഷങ്ങൾ കൂടിയായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമോ, എനിക്ക് വയ്യായേ. ഏഴാം ക്ലാസ്സിലാണ് ഇളയ കുഞ്ഞ് പഠിക്കുന്നത്. കുഞ്ഞിന് ഇപ്പോഴും ദുഃഖം താങ്ങാനാകുന്നില്ല. പരിശോധനയുടെ ഭാഗമായി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, മന്ത്രി വന്നതും കണ്ടതുമെല്ലാം വളരെ വൈകാരികമായ രംഗമായിരുന്നു. എന്തായാലും ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇനി DNA പരിശോധനയാണ്. ചുരുങ്ങിയത് 72 മണിക്കൂർ എടുക്കും രഞ്ജിതയുടെ ബോഡി തിരിച്ചറിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് അറിയുന്നത്. എന്താണ് ഇന്ന് കണ്ട കാഴ്ചകൾ വീട്ടിൽ? അരുൺ, DNA പരിശോധനാ നടപടിക്രമങ്ങൾക്കായി രഞ്ജിതയുടെ സഹോദരനും ബന്ധുവും പുല്ലാട്ട വീട്ടിൽ നിന്നും ഇന്ന് ഉച്ചതിരിഞ്ഞ് അഹമ്മദാബാദിലേക്ക് യാത്ര തിരിച്ചു. രാവിലെ മന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ വീട് സന്ദർശിച്ചു. രഞ്ജിതയുടെ അമ്മയെയും മക്കളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ഇന്നലെ തന്നെ അഹമ്മദാബാദിലെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടർ സ്പെഷ്യൽ ഓഫീസറുമായി ആശയവിനിമയം നടത്തി. രഞ്ജിതയുടെ കുടുംബാംഗങ്ങൾക്ക് ഓതറൈസേഷൻ ലെറ്റർ ജില്ലാ ഭരണകൂടം നൽകി. സർക്കാർ ടു സർക്കാർ ആശയവിനിമയവും നടത്തിക്കഴിഞ്ഞു. DNA പരിശോധനാ ഫലം ലഭിക്കുന്നതിന് 72 മണിക്കൂർ സമയമെടുക്കും. മൃതദേഹം തിരിച്ചറിഞ്ഞാൽ പിന്നെ നടപടിക്രമങ്ങളിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, യാക്കോബായ സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, ആന്റോ ആന്റണി MP, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ രഞ്ജിതയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു രഞ്ജിതയുടെ അമ്മയുമായും സഹോദരനുമായും സംസാരിച്ചതായും DNA പരിശോധനാ നടപടിക്രമങ്ങൾക്കായി അഹമ്മദാബാദിൽ എത്തുന്ന രഞ്ജിതയുടെ ബന്ധുക്കളെ വ്യോമയാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ കണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും ആന്റോ ആന്റണി MP അറിയിച്ചു. അരുൺ, താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.